അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹൂ. ആദരണീയരായ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, പ്രപഞ്ചനാഥൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ദിവസത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഒരു പൊതു സംസാരത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ സംസാരത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് സമകാലിക ഇന്ത്യയിൽ മുസ്ലിം ഉമ്മത്തിന്റെ ദൗത്യം എന്നാണ്. ഒരു വലിയ വിഷയമാണ്. ഇതുപോലെ ഉള്ള ഒരു ചെറിയ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. പല തലങ്ങളും മാനങ്ങളും ഒക്കെയുള്ള ചരിത്രപരവും സമകാലിക പ്രസക്തിയും ഒക്കെയുള്ള ഒരു വിഷയമാണ്. ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സൂചനകൾ മാത്രം നൽകാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ മനുഷ്യ സമൂഹത്തെ അള്ളാഹു രണ്ട് പ്രയോഗങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഒന്ന് ഖൗമ് എന്ന പ്രയോഗമാണ്. രണ്ടാമത്തത് ഉമ്മത്ത് എന്ന പ്രയോഗമാണ്. ഖൗമ് നൂഹ്, ഖൗമ് ആദ് എന്നൊക്കെ ഖുർആനിൽ മിക്കവാറും പ്രവാചകന്മാരിലേക്ക് ചേർത്തുകൊണ്ട് ആ പ്രവാചകന്മാരുടെ ജനത എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഖൗം എന്ന പ്രയോഗം നടത്തിയത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഉമ്മത്ത്, വൽതകും കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ഉമ്മത്ത് എന്ന പ്രയോഗം കാനന്നാസു ഉമ്മത്തം വാഹിദ, മനുഷ്യരൊക്കെ ഒറ്റ സമൂഹമായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ കുറിച്ചും അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലേക്ക് ഒരു വാതിൽ തുറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ ഖൗമും ഉമ്മത്തും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്നാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഏതിലാണ് പെടുക? ആ പെടുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മളുടെ ഉത്തരവാദിത്വവും നമ്മളുടെ ബാധ്യതകളും ഒക്കെ ഉണ്ടാവും. ഖുർആനിന്റെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഖൗം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജനവിഭാഗത്തിനാണ് ഖൗം എന്ന് പറയാം. ഒന്നുകിൽ രക്തബന്ധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദേശീയമായ ഒരു ബന്ധം ഉണ്ടായിരിക്കാം. ആ പ്രത്യേക കാലഘട്ടം, ഇപ്പൊ ഖൗമു നൂഹ് എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രബോധനം അനിവാര്യമായിട്ടുള്ള ആ ഒരു ജനവിഭാഗം മാത്രമാണ്. അതിനു മുമ്പോ ശേഷമോ ഉള്ള ആളുകൾ അതിൽ ഉൾപ്പെടുന്നില്ല. ഓരോ പ്രവാചകന്മാരെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പരിമിതമായ ഒരർത്ഥമാണ് ഖൗം എന്നതിനുള്ളത്. ഉമ്മത്ത് എന്ന് പറയുമ്പോൾ കുറെ കൂടി വിശാലമായ ഒരർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അത് ഒരു ആദർശപരമായ ബന്ധമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇന്നന്നാസ കാന ഉമ്മത്തം വാഹിദ, മനുഷ്യ സമൂഹം എല്ലാവരും ഒറ്റ സമൂഹമായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും ആദർശം ഒന്നായിരുന്നു എന്നാണ് അർത്ഥം. ഇതിന് കാലഘട്ടത്തിന്റെയോ രാജ്യ അതിർത്തികളുടെയോ വേറെ ഏതെങ്കിലും പരിമിതികളുടെയോ ഒരു പരിമിതികളുമില്ലാത്ത
ഒന്നാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. അത് കൂട്ടിച്ചേർക്ക് ഏതെങ്കിലും പ്രത്യേകമായ ഒരാശയം, ഒരാദർശത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെ നമുക്ക് ഉമ്മത്ത് എന്ന് പറയാൻ സാധിക്കും. നമ്മൾ ഖുറാനിക പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ തൗഹീദിൽ അധിഷ്ഠിതമായ, അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ ജീവിത വ്യവസ്ഥ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളെ നമുക്ക് ഉമ്മത്ത് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അതിന് ഒരാശയം, ഒരാദർശം, ഒരു ലക്ഷ്യം, ഒരു കൃത്യമായ ചില ജീവിത ലക്ഷ്യങ്ങളോടുകൂടി ജീവിക്കുന്ന ആളുകളെ നമുക്ക് ഉമ്മത്ത് എന്ന് പറയാം. അപ്പം നമ്മളുടെ തലക്കെട്ടിലുള്ളത്, എന്റെ ചിന്ത അങ്ങനെ പോകാനുള്ള കാരണം, തലക്കെട്ട് മുസ്ലിം ഉമ്മത്ത് എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഉമ്മത്താണ്. ഉമ്മത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലക്ഷ്യവും ആദർശവും ഒക്കെ ഉണ്ട്. അതേസമയം നമ്മൾ ഇന്ത്യൻ ജനതയാണ്. ഇന്ത്യൻ ജനത എന്ന് പറയുമ്പോൾ ഇതൊരു കൗമാണ്. നമ്മൾ പറയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉള്ള ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ, ഒരു രാഷ്ട്രീയമായ അതിർത്തിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ വ്യത്യസ്ത രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് കൗമ് എന്ന് പറയാൻ സാധിക്കും. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു കൗമാണ്, നമ്മളൊരു ഉമ്മത്തുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഐഡന്റിറ്റി, എവിടെയാണ് നമ്മെ സ്ഥാപിക്കുന്നത്, നമ്മളുടെ ഒരു സ്റ്റാറ്റസ്, നമ്മൾ എവിടെയാണ് നമ്മെ പ്രതിഷ്ഠിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. സ്വാഭാവികമായും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഇവിടെയുള്ള ആളുകൾ എന്ന നിലക്ക്, ഇവിടെയുള്ള പൗരന്മാർ എന്ന നിലക്ക് നമ്മൾ ഈ ജനവിഭാഗത്തിന്റെ ഭാഗമാണ്. അതിൽ നമുക്ക് വരുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഉണ്ട്. ഇവിടെ ഈ തലക്കെട്ട് സമകാലിക കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഈ പുതിയ കാലഘട്ടത്തിന്റെ ഒരുപാട് വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ഞാൻ പള്ളിയിലേക്ക് എത്തിയതിന് ശേഷം ഒരു സുഹൃത്ത് 3-4 മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഞാൻ കുറെ ക്ലിയർ ചെയ്ത് കൊടുത്തതാ. ബേജാർ ഇപ്പോഴും മാറിയിട്ടില്ല. ഓരോരുത്തരും ഓരോ മെസ്സേജ് അയക്കുമ്പോൾ SIR ആണ് വിഷയം. അദ്ദേഹത്തിന്റെ ഉപ്പന്റെ പേരും ഉമ്മന്റെ പേരും 2002 ഇല്ല, അദ്ദേഹത്തിന്റെ പേരും ഇല്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വിദേശത്തായിരുന്നു. അപ്പോ ആശങ്കയാണ്, പുറത്തായി പോവോ? ഇങ്ങനെ ഒരു ആശങ്കയുടെ മുഖത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള ആശങ്കകളും പ്രതിസന്ധികളും എല്ലാ കാലഘട്ടത്തിലും എല്ലാ ജനവിഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഉമ്മത്തുകളും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു വശം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ പ്രതിസന്ധികളെ അതിജയിക്കുവാൻ, അതിന്റെ മുന്നിൽ നിൽക്കുവാൻ നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു മാർഗത്തിലാണ് നമ്മൾ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഹ്രസ്വകാല ദീർഘകാല പ്രവർത്തന മാർഗങ്ങളൊക്കെ നമ്മൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ ജനത, ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമുക്ക് സ്വാഭാവികമായും ഇവിടെയുള്ള ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. തീർച്ചയായും നമ്മൾ നിൽക്കുന്ന മണ്ണ് ഇതാണല്ലോ നമ്മളുടെ അടിത്തറ. അപ്പൊ നമ്മുടെ നാടിന്റെ വികസനം, നാടിന്റെ സന്തോഷത്തോടും സമാധാനപരവുമായിട്ടുള്ള നിലനിൽപ്പ്, സാമ്പത്തികമായ വികാസം, നീതിയും അതുപോലെ ക്ഷേമവും ഉറപ്പുവരുത്തുക, ഇങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ എല്ലാം അത് നമ്മുടെയും അജണ്ടയാണ്, നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. പ്രവാചക വചനമായി നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു വാക്കുണ്ട്. അത് കൃത്യത്തിൽ പ്രവാചക വചനമാണോ എന്ന് എനിക്കറിയില്ല. ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ. സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ
നമ്മൾ നമ്മുടെ ആശയ പരിസരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന മണ്ണിനെ മറന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോ ഈ രാജ്യത്തിന്റെ അഖണ്ഡത, ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം, നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളുടെ തന്നെ ജീവിതാനുഭവങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിച്ചു. കോവിഡ് നമ്മൾ അഭിമുഖീകരിച്ചു, പ്രളയം നമ്മൾ അഭിമുഖീകരിച്ചു, ഇതുപോലുള്ള ഒരുപാട് സാമൂഹിക വിപത്തുകൾ നമ്മൾ അഭിമുഖീകരിച്ചു. ഈ സന്ദർഭത്തിലൊക്കെ ഈ നാടിന്റെ, ഈ ഗ്രാമത്തിന്റെ, ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് ഖൗം എന്ന പ്രയോഗമാണ്. നമ്മൾ ഈ ഖൗമിൽ പെട്ടതാണ്. ഈ മനുഷ്യ വിഭാഗത്തിൽ, ഈ രാജ്യ നിവാസികളിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. ആ അർത്ഥത്തിൽ രാജ്യത്തിന്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് മനുഷ്യൻ പുരോഗമിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. മനുഷ്യ വികാസം എന്ന് പറയുന്നത് സാമ്പത്തിക വികാസമാണ്. ഡെവലപ്മെന്റ് എന്ന് പറയും, പുരോഗതി, സാമ്പത്തിക വികാസം. നമ്മൾ പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. ആ മേഖലകളിലേക്ക് കയറാൻ അതിനൊരുപാട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ ഈ മേഖലകളിലൊക്കെ നമുക്ക് സാധ്യമായ രൂപത്തിൽ സേവനം ചെയ്തുകൊണ്ട് ആ മേഖലകളിലൊക്കെ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ മുന്നിൽ നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ അനിവാര്യമായ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ ഒരു വല്ലാത്തൊരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ AI വിപ്ലവത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് AI എന്ന് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ നമ്മളെല്ലാവരും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പഠിക്കാൻ വേണ്ടി പഠനോപകരണമായി കുട്ടികൾ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് AI ആണ്. എന്തും വിരൽ തുമ്പിൽ നമുക്ക് പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ അതൊരു ഇൻക്ലൂസീവായി നിൽക്കാൻ നമുക്ക് കഴിയണം. ചില ആളുകളൊക്കെ എനിക്കിതൊന്നും പറ്റൂല, ഞാൻ ഇതിന്റെ ഭാഗമല്ല എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡ് ചെയ്യുക, ഒഴിവാക്കുക എന്നാണ് പറയാ. അപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാള് മാറി നിൽക്കുമ്പോഴുള്ള ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. ആ കുടുംബത്തിനൊരു സുഖം ഉണ്ടാവില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ രാജ്യം, ഈ രാജ്യ നിവാസികൾ, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ഒരു തോന്നലും ഒരു ബോധ്യവുമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇത് ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. ഈ ഭരണഘടനയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ഭരണഘടന ഈ രാജ്യത്തിന്റെ സമത്വവും ഏകത്വവും അതുപോലെ അഖണ്ഡതയും ഒക്കെ ഉറപ്പു പറയുന്ന ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, ഇതൊക്കെ എന്നും എക്കാലത്തും ഇസ്ലാമിക മൂല്യങ്ങൾ, പ്രവാചകന്മാർ, ഇസ്ലാമിന്റെ സോഴ്സുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആരെയും അവഗണിക്കാതിരിക്കുക, എല്ലാവർക്കും തുല്യ നീതി നടപ്പിലാക്കുക, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക, വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുക. ആർക്കെങ്കിലും അയാൾക്ക് അവകാശപ്പെട്ട നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഒരാളുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ അതിന് ഷഹാദത്തിന്റെ പദവി ലഭിക്കുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ അർത്ഥത്തിൽ നാം ഈ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അനിവാര്യമായ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ഇത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ ആദ്യം തുടങ്ങിയത് ഖൗം, അതുപോലെ ഉമ്മത്ത്. നമ്മളൊരു ഖൗം എന്ന നിലക്ക് നമ്മൾ ഇന്ത്യൻ പൗരനാണ്, നമ്മൾ ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പൊ ഇതിൽ എങ്ങനെ എത്രത്തോളം ഏറ്റവും സുഗമമായി മനുഷ്യ ജീവിതം ഇവിടെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഒരു വേദന ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മിൽ പലരും നമ്മുടെ മനസ്സ് വേദനിക്കുകയും അവരെ സഹായിക്കാൻ വേണ്ടി അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് പട്ടിണി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദാനധർമ്മമായിട്ട് അവരുടെ പട്ടിണി അകറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ഓടിയെത്തുകയാണ്. ഒരാള് ശുശ്രൂഷിക്കാൻ ആരും ഇല്ലാതെ
രോഗിയായി കിടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അയാളെ സഹായിക്കാൻ നമ്മിൽ പലരും അവിടെ എത്തുന്നുണ്ട്. ആളുകളുടെ മനുഷ്യ സേവനം, അത് ദൈവാരാധന എന്ന അർത്ഥത്തിൽ അത് ജീവിത മുദ്രാവാക്യമാക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, പണ്ട് ഒരാൾ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ ഇബാദത്തുകളൊക്കെ അയാൾ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അദ്ദേഹത്തോട് പറയുന്ന പരാതി എന്താണ്? ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്നെ ശുശ്രൂഷിച്ചില്ലല്ലോ, ഞാൻ പട്ടിണി കിടന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ, ഞാൻ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ നിന്റെ ഒരു സഹായം എനിക്ക് ലഭിച്ചില്ലല്ലോ. അപ്പൊ ഇയാൾ അത്ഭുതപ്പെടുന്നുണ്ടല്ലോ, ലോകാതിരാജ്യനായ അള്ളാഹു അങ്ങ് പട്ടിണി കിടക്കുകയോ അങ്ങ് രോഗിയാവുകയോ എന്നൊക്കെ ചോദിച്ചപ്പോ അള്ളാഹു കൊടുത്ത മറുപടി ഇതാണ്: നിന്റെ വീടിന്റെ അടുത്ത്, നിന്റെ നാട്ടിൽ, നിന്റെ ചുറ്റുവട്ടത്ത് ഇന്ന ആള് പ്രയാസപ്പെട്ടിരുന്നു, അയാൾ പട്ടിണി കിടന്നിരുന്നു, അയാൾ രോഗിയായി കിടന്നിരുന്നു, അയാൾ കിടന്നിടത്ത് തന്നെ മലമൂത്ര വിസർജനമൊക്കെ നടത്തിയിരുന്നു. ഈ സന്ദർഭത്തിൽ നിന്റെ ഒരു സഹായം, ഒരു കൈത്താങ് ആയി നീ അവിടെ എത്തിയിരുന്നെങ്കിൽ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു എന്ന് അള്ളാഹു താല പറയുന്നതായി ഖുദ്സിയായ ഹദീസിലൂടെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ സമകാലിക കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പ്രതിസന്ധികളാണെങ്കിലും മനുഷ്യൻ എന്ന നിലക്ക് നമ്മിൽ അർപ്പിതമായിട്ടുള്ള ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രഥമവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പറയുന്ന സന്ദർഭത്തിൽ ഇപ്പോ നമ്മുടെ രാജ്യത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറാണ് ഫാസിസം എന്ന് നമ്മൾ പറയുന്നു. ഫാസിസം അത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അന്നൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നു, ഫാസിസം വരുന്നു, അത് വളരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും ക്ലൈമാക്സിലാണ് നമ്മളുള്ളത്. എല്ലാത്തിലും കൈവച്ചു. ഒരു സ്വാതന്ത്ര്യം ആർക്കും ഇല്ലാത്ത രൂപത്തിലാണല്ലോ ഇപ്പൊ ഈ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം. നമ്മുടെ ഭരണകൂടവും ഭരണത്തെ ചലിപ്പിക്കുന്ന ശക്തികളൊക്കെ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൃത്യമായി വൃത്തിയായി നടത്താൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ആ കൈകളെ തന്നെ അധികഭാരം എന്ന നിലക്ക് ഇപ്പോ ഈ SIRന്റെ ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ പേരിൽ ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന, സമ്മർദ്ദങ്ങൾ, സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോ ഈ SIR പ്രക്രിയ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബീഹാറിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. രാജ്യത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ്. ഇതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനെ നമ്മൾ രോഗികളെ സന്ദർശിക്കുക, അവർക്ക് ആവശ്യമായ സേവനം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. അതിനാവശ്യമായ ഇടപെടലുകൾ, രാഷ്ട്രീയമായ ഇടപെടലുകൾ. നമുക്ക് നീതിപീഠമുണ്ട്, കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. പലപ്പോഴും നമ്മെ പ്രചോദിപ്പിക്കുന്ന വിധിന്യായങ്ങൾ കോടതികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ചിലപ്പോഴെങ്കിലും ചില കോടതി വിധികൾ നമ്മെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നിരാശ ഉണ്ടാകുന്ന സന്ദർഭത്തിലും പ്രതീക്ഷ നൽകുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മുടെ കോടതികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഒരു സമൂഹം എന്ന് പറയുന്നത്, ഒരു രാജ്യം എന്ന് പറയുന്നത് സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക, നിയമപരമായിട്ടുള്ള എല്ലാ മേഖലകളും ബന്ധപ്പെട്ടതാണ്. നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മീഡിയകളാണ്, വാർത്താ മാധ്യമങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ ആദ്യം കീഴ്പ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട മീഡിയകളെയാണ്, മാധ്യമങ്ങളെയാണ്. പറയേണ്ടത് പറയാതിരിക്കുകയും അവർക്ക് ആവശ്യമുള്ളത് പർവ്വതീകരിച്ച് പറയുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഏറ്റവും ശക്തമായി മുന്നോട്ട് പോവുകയും സത്യവും നീതിയും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട്, ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു വലിയൊരു വിവാദമാണല്ലോ നമ്മളുടെ ഫാദർ എന്ത് മാരിയോ ആണ്, ജിജി മാരിയോ അദ്ദേഹത്തിന്റെ വൈഫും തമ്മിലുള്ള കുടുംബ കലഹവും
അത് പ്രശ്നമായി. അദ്ദേഹം ഭാര്യയെ അടിച്ചു, അവര് കേസ് കൊടുത്തു, ഇഷ്യൂ ആയി. കുറച്ചു കാലം 2-3 ദിവസം സോഷ്യൽ മീഡിയയിൽ ആളുകളെ കുടുംബ ബന്ധം എങ്ങനെ ഊഷ്മളമാക്കാം എന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്ന മോട്ടിവേഷൻ, ആളുകളെ ഇങ്ങനെ ആവേശം കൊള്ളിക്കുന്ന പ്രഭാഷണം നടത്തുന്ന ആളുകൾ അവർ തമ്മിൽ തല്ലിപ്പിരിഞ്ഞു, അവർ തമ്മിൽ അടിച്ചു, കോടതിയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അത് മാത്രമായിരുന്നു ഹൈലൈറ്റ്. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എന്തായി? അത് സുലൈമാൻ തുർക്കിയായിട്ട് മാറി. 25 കൊല്ലം മുമ്പ് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് മതം മാറി ക്രിസ്ത്യാനിയായി, അച്ഛനായി, അവിടെ സുവിശേഷ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇവർക്കത് സഹിക്കാൻ പറ്റിയില്ല. ഉടൻ അദ്ദേഹത്തെ ജിഹാദിയാക്കി. പണ്ട് തന്നെ മൂപ്പര് ജിഹാദിയായിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് മുഖം മാറ്റി. ഇപ്പൊ നടക്കുന്ന വിവാദം അതാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് പ്രശ്നത്തിനും ഇങ്ങനെയുള്ള ഒരു മുഖം നൽകിക്കൊണ്ട് ജിഹാദിയാക്കിക്കൊണ്ടുള്ള പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും നമ്മുടെ പാലത്തായി പീഡന കേസുമായി ബന്ധപ്പെട്ട് അതിൽ കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഉത്തരവാദപ്പെട്ട ആളുകളെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെ പോലും എങ്ങനെയാണ് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരം സന്ദർഭത്തിൽ വളരെ ബുദ്ധിപരമായി കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനെയൊക്കെ സമൂഹത്തിലേക്ക് അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പുറത്തു കാണിക്കുന്ന ഒരുപാട് യൂട്യൂബർമാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ ഈ യൂട്യൂബ് കാണുന്ന സമയത്ത് ഭയങ്കരമായ രസമാണ്, ആവേശമാണ്. അവര് ഇപ്പോ പലരും ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഇസ്ലാമിക സമൂഹത്തിലുള്ള ആളൊന്നുമല്ല. ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇസ്ലാമോഫോബിയ എന്നാണല്ലോ പറയുന്നത്. എന്തിനേയും ഇസ്ലാമിനോട് ചേർത്ത് അതിനോടൊരു വിമർശനവും വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കി ഇങ്ങനെ അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ്. അപ്പൊ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന സെക്കുലർ ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിപരമായ സമീപനങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ, ഇൻക്ലൂസീവ് ആയിക്കൊണ്ട്, ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് പറയുന്നതോടൊപ്പം ഒരു വാക്കുകൂടി എനിക്ക് ചേർക്കാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഒരു രണ്ടാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഉമ്മത്താണ്. അല്ലാഹു തആല നമ്മെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, നിങ്ങൾ മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു, ഉത്തമ സമൂഹമാകുന്നു. നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. ഉമ്മത്താകുന്നു. അത് ഏത് കാലഘട്ടത്തിലുള്ള ആളാണെങ്കിലും, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തിരുമേനിയെ കണ്ട ജനവിഭാഗം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇന്ന് വരെ ജീവിച്ച എല്ലാ ജനവിഭാഗങ്ങളും, ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ ഉമ്മത്തിന്റെ ഭാഗമാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ ഉമ്മത്തിന്റെ ഭാഗമാവാൻ നമുക്കും സാധിച്ചിട്ടുണ്ട്. ആ ഉമ്മത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിവിടെ ഇരുന്നു കൊണ്ട് ഈ ഉമ്മത്ത് എന്ന നിലക്ക്, മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മുടെ ബാധ്യതകൾ എന്ത് എന്ന് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ജനത, കൗം എന്ന നിലക്ക് ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ, ചുവരെഴുത്തുകളെ വായിച്ചുകൊണ്ട് ഇതിന്റെ പുരോഗമനപരമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള വളർച്ചയിൽ സാധ്യമായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നതോടൊപ്പം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം അതും നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്ക് 2 ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ കൗമിന്റെ ഭാഗമാണ്, അതോടൊപ്പം നമ്മൾ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പരിധിയിൽപ്പെട്ടതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇന്ത്യക്കാരൻ എന്ന, ഇന്ത്യൻ പൗരൻ എന്ന നിലക്കുള്ള നമ്മളുടെ സംഭാവനകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത്. ആ നിലക്ക് നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, ജീവൻ നൽകിയിട്ടുണ്ട്, രക്തം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ സമര പരമ്പരകളിലൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ അതാത് കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളും നേതൃത്വമൊക്കെ ഇടപെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മത്ത് എന്ന നിലക്ക് അതിന് അതിർവരമ്പുകളില്ല. ഇപ്പോ ലോകത്തിന്റെ പല ഗസയിൽ അതിക്രൂരമായ പീഡനങ്ങളും
അതുപോലുള്ള അടിച്ചമർത്തലുകൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടിയായിരുന്നു. നമ്മൾ ഉമ്മത്തിന്റെ ഭാഗമാണ്. അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ, ഈ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന ആ ഒരു ഐഡന്റിറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു, ഉമ്മത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഉമ്മത്തിന് ഒരു ആദർശമുണ്ട്. ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുകൊണ്ടാണ് ഇന്നനാസ ഉമ്മത്തം വാഹിദ, മനുഷ്യ സമൂഹമൊക്കെ ഒരു ഉമ്മത്തായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ ഒരു ഉമ്മത്തായിരുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിന്റെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ കാലഘട്ടത്തിൽ 4000 5000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച ഒരു വ്യക്തിത്വത്തെ നമ്മുടെ പിതാവ് എന്ന് അള്ളാഹു താല തന്നെ പരിചയപ്പെടുത്തി തരികയാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു ആദർശം, ആ ആദർശം നമ്മുടെയും ആദർശമാണ് എന്ന് പഠിപ്പിച്ചു തരികയാണ്. ആ ആദർശ ബന്ധം നമ്മെ ഒന്നാക്കി തീർക്കുകയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ആ ആദർശ ശിഖ, അതിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നു. മൂസ അലൈഹി ഇസ്ലാം ഉയർത്തിപ്പിടിച്ച വെളിച്ചം, അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി, ആ സിൻവാർ, അദ്ദേഹത്തിന്റെ വടി ഇങ്ങനെ തട്ടിയ സമയത്ത് ആ വടിയെ മൂസാ നബിയുടെ വടിയുമായി താരതമ്യം ചെയ്ത വിശകലനങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. നമുക്ക് മൂസ അലൈഹി ഇസ്ലാമയെ ഓർക്കാനും അദ്ദേഹത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഫറോവയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ആ ദിവസം നമ്മളും നോമ്പെടുക്കുകയാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തോട് ഏറ്റവും അടുത്തത് ഞാനാണ്. അപ്പോ ഏത് കാലഘട്ടത്തിന്റെയോ അതുപോലെ ഭൂമിശാസ്ത്രമായ പരിമിതികളുടെയോ ഒരു ബന്ധനവും ഇല്ലാതെ നമ്മളെല്ലാം ഒന്നായി തീരുന്ന ഒരു വലിയ ഉത്തരവാദിത്വം. ഇതിനു വേണ്ടിയാണ് 1,00,000-ൽ പരം പ്രവാചകന്മാരെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഇത് അല്ലാഹു തആല മനുഷ്യന് കൊടുത്ത ഒരു വലിയൊരു ഓഫറാണ്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോ, മനുഷ്യൻ ഭൂമിയിലേക്ക് വരുമ്പോ അല്ലാഹു തആല മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള ഒരു ഹിദായത്ത്, മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടും. ഈ മാർഗദർശനം ഇതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പോ ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു വലിയ ഒരു ആദർശ സമൂഹം, ആ ആദർശ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ഉമ്മത്തിന്റെ ഭാഗമാവും. ഇനി ആ ഉമ്മത്തിന്റെ ഭാഗമായി എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നേരത്തെ സൂചിപ്പിച്ചു, ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. അപ്പൊ ജനങ്ങളോട് നമുക്ക് ബാധ്യത ഉണ്ട്. ജനങ്ങളോടുള്ള ബാധ്യത എന്താണ്? മനുഷ്യന് അവന് സ്വാതന്ത്ര്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സൃഷ്ടാവിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് തന്റെ സൃഷ്ടാവിനെ സംബന്ധിച്ച് അവബോധം ഉണ്ടാക്കുക എന്നതാണ്. നമ്മൾ ആരും വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല. നമ്മുടെ ഒക്കെ സൃഷ്ടിപ്പിന് പിന്നിൽ വലിയ വലിയ കണക്കുകൂട്ടലുകളും ആസൂത്രണങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികളുണ്ട്. നമ്മളുടെ കുട്ടികളുടെ ഒന്നും തന്നെ നമ്മൾ തീരുമാനിച്ചതല്ല. നമ്മൾ തീരുമാനിക്കുന്നത് കുട്ടിയെ ഏത് സ്കൂളിൽ ചേർക്കണം, കുട്ടീന്റെ പേരെന്താവണം, പിന്നെ ഏത് കോഴ്സാണ് കുട്ടിക്ക് എടുക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതിനപ്പുറം അവന്റെ ഐഡന്റിറ്റി, അവന്റെ വ്യക്തിത്വം, അവന്റെ പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിലേക്ക് മനുഷ്യനെ എത്തിക്കുക. ആ യഥാർത്ഥ സൃഷ്ടാവിനെ മനുഷ്യൻ കണ്ടെത്തുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണ സ്വതന്ത്രനാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു ജീവിത ദർശനമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആ വെളിച്ചം അനുഭവിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മളത് ഇങ്ങനെ പൂട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ, നമ്മളിത് ആർക്കും കാണിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ, ഇത് ആരോടും നമ്മൾ പറയുന്നില്ല എങ്കിൽ, ഉമ്മത്ത് എന്ന നിലക്ക് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ആ ഉമ്മത്തിന്റെ ഭാഗമാവാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്,
മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മുടെ ഈ സമകാലിക കാലഘട്ടത്തിൽ നമ്മിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് വിശകലനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ഫോടനം നടന്ന ഉടനെ കുറച്ച് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു. അതോടുകൂടി ഒരുപാട് പ്രചരണങ്ങൾ നടന്നു. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്ടർമാരൊക്കെ പിന്നെ മോചിപ്പിക്കപ്പെട്ടു. അവര് നിരപരാധികളാണെന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രചരണം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പുകിലുകളുണ്ട്. അതിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം പ്രചരണങ്ങൾ നടക്കുമ്പോൾ പലതും കള്ളപ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കളവ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യനെ പരസ്പരം അകറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അകറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ആദർശത്തിന്റെ പാശത്തിൽ നിന്നുകൊണ്ട് ആളുകളെ നീതിയിലേക്കും സത്യത്തിലേക്കും നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത് ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതിയും നന്മയും അത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. അത് ഖുലിൽ ഹഖ് വഇൻ കാന മുറ, എത്ര കയ്പുള്ളതാണെങ്കിലും നിങ്ങൾ സത്യം മാത്രം പറയണം. നീതി അത് നിങ്ങൾക്കെതിരാണെങ്കിലും നീതിയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ ഭൗതികമായ നഷ്ടം അത് വ്യക്തിപരമായി നമുക്കുണ്ടാവുന്നുണ്ടെങ്കിലും നമ്മുടെ രക്തബന്ധുക്കൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്നാണ് നാം അനുശാസിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നീതിയുടെ പക്ഷത്തേക്ക് ആദർശത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആളുകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. തെറ്റിദ്ധാരണകൾ അകറ്റാൻ നമുക്ക് കഴിയണം. ആ തെറ്റിദ്ധാരണകൾ അകറ്റാൻ നമുക്ക് കഴിയണമെങ്കിൽ അല്ലാഹു തആല നമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പലതവണ നമ്മൾ കേട്ടതാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഹജ്ജത്തുൽ വദായിലെ സംസാരത്തിൽ അദ്ദേഹം അവിടെ കൂടിയിരുന്ന ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, അലാ ഹൽ ബല്ലൗതുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? അല്ലാഹു തആല എന്നെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു. ഈ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിട്ടില്ലയോ എന്ന് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് ചോദിച്ചു. അവരെല്ലാവരും ഒരുപോലെ മറുപടി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ, അങ്ങത് നിർവഹിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹുമ്മശ്ഹദ്, 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 അല്ലാഹുവേ നീ സാക്ഷി. ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് എന്നതിന് ഇവര് അതേ എന്ന് പറഞ്ഞതിന് നീ സാക്ഷി. എന്നിട്ട് പറഞ്ഞത് എന്താ? ഫൽയുബല്ലിഗ് അശ്ശാഹിദു അൽ ഗായിബ്, ഈ സന്ദേശം കിട്ടിയ ആളുകൾ കിട്ടാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വസീയത്താണ്. ഈ വസീയത്ത് ഉമ്മത്ത് എന്ന നിലക്ക് ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന വലിയ വസീയത്ത്. നമ്മളൊരു പ്രബോധക സംഘമാണ്. നമ്മുടെ കയ്യിൽ വലിയൊരു ദൗത്യമുണ്ട്. ആദം അലൈഹിസ്സലാമിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ആ ദൗത്യം അദ്ദേഹത്തിന് ശേഷം ഒട്ടനവധി പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ വിശദമായ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒക്കെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെയും ജീവിത ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാ? എങ്ങനെയാണ് അവർ ഈ ദൗത്യം നിർവഹിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാ, ആ ദൗത്യം ഇപ്പൊ നമ്മളുടെ കയ്യിലാണ്. ഒരു റിലേ മത്സരം നടക്കുമ്പോൾ ഒരാള് അദ്ദേഹത്തിന്റെ ഭാഗം ഓടി അടുത്ത ആളെടുത്ത് ഏൽപ്പിച്ച് അങ്ങനെ അടുത്ത ആളിലേക്ക് ഇങ്ങനെ കൈമാറിയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇത് നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പോ ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ദൗത്യം രാജ്യത്തിന്റെ, നാടിന്റെ, സമൂഹത്തിന്റെ, കുടുംബത്തിന്റെ, നമ്മുടെ മക്കളുടെ സാമ്പത്തികവും വൈജ്ഞാനികവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ ഒക്കെയായ വികാസത്തിൽ അതിന്റെ സുരക്ഷിതത്വത്തിന് പരമാവധി ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം ഈ കാലഘട്ടത്തിൽ എക്കാലത്തും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ സന്ദേശം കൈമാറാൻ നമുക്ക് കഴിയണം. എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്, ഈ സാധനം നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. വളരെ കച്ചവടക്കാരായ ആളുകൾ അവർ വളരെ വിശ്വസ്തത കച്ചവടത്തിൽ കാണിച്ചു. അവരുടെ കച്ചവടത്തിലുള്ള സൂക്ഷ്മതയും വിശ്വസ്തതയും കണ്ട് മനസ്സിലാക്കി
ആ കസ്റ്റമർ ആയിട്ടുള്ള ആള് ഇദ്ദേഹത്തിന്റെ വിശ്വസ്തതയുടെ മാനദണ്ഡം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ വിശ്വസ്തത കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആദർശത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കി നമുക്ക് കാണാൻ സാധിക്കും. എന്ത് പ്രതിസന്ധിയിലും തളരാതെ ഉറച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അതിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ജീവിത ദർശനം മനസ്സിലാക്കി ആ മാർഗത്തിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഏത് മേഖലയിലാണ്? ഞാനൊരു അധ്യാപകനാണ്, നമ്മിൽ പല സുഹൃത്തുക്കളും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കച്ചവടത്തിൽ വളരെ കൃത്യമായ ചില രീതിശാസ്ത്രം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. നല്ല സത്യസന്ധനായ കച്ചവടക്കാർക്ക് സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ സാന്നിധ്യം ഉറപ്പ് നൽകി. അത്താജിറുൽ അമീനു സദൂഖു മഅൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ യൗമുൽ ഖിയാമ. ചെയ്യുന്നത് കച്ചവടമാണ്, ഭൗതികമായ ഒരു പ്രവർത്തനമാണ്. പക്ഷേ ഈ ഭൗതികമായ കച്ചവടത്തിന് ആദർശപരമായ ഒരു മേമ്പൊടി ചേർക്കുന്നതോടുകൂടി ആ കച്ചവടത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്, അതിന്റെ സുഗന്ധം വർദ്ധിക്കുകയാണ്. അതിലൂടെ ആത്മീയവും നാളെ പാരത്രികവുമായ വിജയത്തിലേക്ക് അദ്ദേഹം നയിക്കുകയാണ്. അത് അധ്വാനത്തിനാണെങ്കിലും ഏത് സാമ്പത്തിക പ്രവർത്തനത്തിലാണെങ്കിലും ഇങ്ങനെ ആത്മീയമായ മാനം ലഭിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോ ഊന്നൽ നൽകേണ്ടത് നമ്മുടെ ദർശനം, നമ്മുടെ ആദർശം, അതേക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് വരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും SIR ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, പുറത്താക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്, പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് എന്നൊക്കെ തോന്നും. പക്ഷെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫറോവമാർ മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികളെ കൊന്നുകളഞ്ഞ ഫറോവയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൺകുട്ടിയായ ഒരുത്തൻ ആ സമൂഹത്തിൽ വളർന്നു വരുമെന്ന ഭീതി കൊണ്ടാണല്ലോ മൂസ അലൈഹി ഇസ്ലാം ജനിച്ച ആ ജനവിഭാഗത്തിലുള്ള മുഴുവൻ ആൺകുട്ടികളെയും കൊന്നിട്ടുള്ളത്. അതിനെ അതിജയിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ ഇസ്രായേലിയർക്ക് വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്ന പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവടക്കമുള്ള ആ ജനവിഭാഗം എന്താണ് ഒരുക്കി വെച്ചത്? തീ കുണ്ടാരമാണ്. അദ്ദേഹത്തെ കരിച്ചുകളെ ഹരിക്കോ, അവരെ കരിച്ചുകള എന്നാണ് പറഞ്ഞത്. ആ തീയിൽ അദ്ദേഹം കരിഞ്ഞു പോകുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ ആ തീ കുണ്ടാരത്തിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ നമ്മൾ കാണുന്നുണ്ട്. ആ ഇബ്രാഹിം മില്ലത അബീക്കും ഇബ്രാഹിം, വളരെ ആത്മാഭിമാനത്തോടു കൂടി അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നിങ്ങളുടെ പിതാവാണ്, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിന്റെ മാതൃക അലൈഹിമുസ്സലാം നിങ്ങൾ പിൻപറ്റുക, ആ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഇപ്പോ ഇശാ നമസ്കരിച്ചപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അറിഞ്ഞോ അറിയാതെയോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മളിങ്ങനെ എടുത്തു പറയാണ്. ഈ ഉമ്മത്തിന്റെ ഭാഗമായത് കൊണ്ടാണ്. ഇത് ഇങ്ങനെയുള്ള ഒട്ടനവധി ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖൂദ്. ആ കിടങ്ങിന്റെ ആളുകൾ അവര് അതിന് ചുറ്റും ഇരുന്ന് ആ അഗ്നികുണ്ടാരം ഉണ്ടാക്കി അതിൽ വിറകിട്ട് കത്തിച്ച് വിശ്വാസികളായിട്ട് കരിച്ചു കളഞ്ഞു. ആ കരിച്ചു കളയുന്ന സമയത്ത് ഇവര് ഭയങ്കരമായി ആസ്വദിച്ചു. പക്ഷേ വിശുദ്ധ ഖുർആൻ അത് എടുത്തുദ്ധരിച്ചു. ഖുതില, അവർ ശപിക്കപ്പെട്ടു. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും പ്രതാപവാനുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ് എന്ന് എടുത്തു പറഞ്ഞു. അതാണ് എന്നും വിശ്വാസികൾക്കെതിരെ എല്ലാ ജനവിഭാഗവും ഉയർത്തിയ ആരോപണം എന്നും കാണാൻ സാധിക്കും. വിശുദ്ധ സൂറ യാസീനിൽ നമുക്കറിയാലോ, വളിരിബു ലഹും മസലൻ അസ്ഹാബൽ ഖറിയ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഭാഗം, ആ പ്രദേശത്തുള്ള ആളുകൾ ഭയങ്കര കൊടിയ ക്രൂരന്മാരായിരുന്നു. 2 പ്രവാചകന്മാരെ അയച്ചു, അവര് നിസ്സഹായരായി പോയി. സാലിസ്, മൂന്നാമതൊരാളെ കൂടി അയച്ച് അവരെ ശക്തിപ്പെടുത്തി. ആ ചരിത്രം ആ പേജ് മുഴുവൻ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും, ലനർജുമന്നക്കും വലയമസ്സന്നക്കും മിൻ ആദാബിൻ അലീം. നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ, നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അടിച്ചു കൊല്ലും, എറിഞ്ഞു കൊല്ലും എന്നാണ് അവർ പറഞ്ഞത്. അവസാനം എന്താ സംഭവിച്ചത്? ഒരു മനുഷ്യൻ വരുന്നു. ആ മനുഷ്യനെ ഇവിടെ വർത്താനം കേൾക്കുകയാണ്.
പ്രവാചകന്മാരുടെ സംസാരം കേൾക്കുന്നുണ്ട്, ആ നാട്ടുകാരുടെ സംസാരം കേൾക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ വടിയും കൊടുവാളും ഒക്കെ ഉണ്ട്. അവരുടെ ശരീരഭാഷ ഇദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചു. നമ്മുടെ നാട്ടിൽ ഇപ്പം പലരും നിലപാട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാ? അധികാരവും സമ്പത്തും ഒക്കെ ഉള്ളിടത്തേക്കാണ് നിലപാടുകൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ അദ്ദേഹം മനസ്സിലാക്കി, ഞാൻ എന്റെ നിലപാട് പ്രഖ്യാപിച്ചാൽ എന്റെ ജീവൻ പോകാൻ സാധ്യത ഉണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഇന്നി ആമൻതു ബി റബ്ബിക്കും ഫസ്മഊൻ. ഞാൻ ഏതാണെങ്കിലും ഈ പ്രവാചകന്മാർ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ രക്ഷിതാവിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ തല താഴെ വീണുണ്ട്. തല താഴെ വീണില്ല, ഉടനെ അദ്ദേഹം സ്വർഗത്തിലെത്തിയത്. അഖീലദ്ഖുലിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിലെത്തി, അദ്ദേഹം വിജയിച്ചു. പക്ഷെ നാട്ടുകാർ പരാജയപ്പെട്ടു. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഓടിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. ആ മനുഷ്യൻ വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ, ആ ഓടി വന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയില്ല, ഏത് നാടാന്ന് നമുക്കറിയില്ല, ഒന്നും അറിയില്ല. ആകെ അറിയുന്നത് എന്താ? ഒരു നിലപാടെടുത്തിരുന്നു. ഇപ്പൊ നമ്മോട് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് നിങ്ങളൊരു നിലപാടെടുക്കണം. ഈ ഉമ്മത്ത് എന്ന നിലക്ക് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ വെളിച്ചം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. വ്യക്തിപരമായി നമ്മൾ അതൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും പാതിര പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആള് കേൾക്ക പറയൂല. ആളറിയുന്നത് എനിക്കിഷ്ടല്ല, അവരുടെ മുന്നിൽ നിന്ന് ഞാനത് പറയൂല. അവിടെ നമ്മുടെ ഐഡന്റിറ്റിയെ ഞാൻ അതിലൊന്നും പെട്ടതല്ല എന്ന ഒരു മാപ്പ് സാക്ഷി സമീപനമാണ് പലരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പലരുടെയും നിലപാടുകൾ അതാണ്. ഇവിടെയാണ് സൂറ യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ തുടിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ആ മനുഷ്യന്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രഖ്യാപിക്കാൻ കഴിയണം, മുഖത്ത് നോക്കി അരുത് കാട്ടാള മാനിഷാദ എന്ന് പറയാൻ കഴിയണം. അത് പറയുന്ന രൂപത്തിൽ ആർജവത്വത്തോടു കൂടി ഈ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ സത്യവും വെളിച്ചവും അത് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നേരത്തെ ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നത്, ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവര് കേട്ടതും വായിച്ചതും ഒക്കെ വേറെയാണ്. ഇവരെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, പ്രവാചകരെ സംബന്ധിച്ചൊക്കെ അവർ വായിച്ചത് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. നിരന്തരമായി കളവ് മാത്രം, അതും വളരെ മോശമായ രൂപത്തിലാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കേട്ടിരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നിരന്തരം ഇത് മാത്രം കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയല്ല, ഇങ്ങനെയും ഒരു വശമുണ്ട് എന്ന് കേൾക്കാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരാവുമല്ലോ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഇതിന്റെ ഭദ്രതയും സുരക്ഷിതത്വവും ഒക്കെ, ഇതിന്റെ വികാസവും വളർച്ചയും വൈജ്ഞാനിക സാമ്പത്തിക മേഖലകളിലൊക്കെ സാധ്യമായ രൂപത്തിൽ ചേർത്ത് നൽകിക്കൊണ്ട് ഇതിന്റെ ഭാഗമായി ഇൻക്ലൂസീവായി ഉൾച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലാഹു തആല നമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സൗഭാഗ്യം കൊണ്ട് നമ്മിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ വലിയ ഉത്തരവാദിത്വം അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്, എന്നെ നിങ്ങൾ കേൾക്കുന്നത്, നമ്മളിങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്, ഇതുപോലുള്ള പരിപാടികൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമാണ്. ഈ ദൗത്യ നിർവഹണം അന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച പോലെ നമ്മളുടെ അടുത്ത് അസ്റായിൽ വരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം അടഞ്ഞ ആത്മാവേ എന്നൊരു വിളി ഉണ്ടാവും. ആ വിളി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന് നമ്മൾ നമ്മുടെ മനസ്സോട് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. നമുക്ക് നമ്മോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. സാധ്യമായ രൂപത്തിൽ, എനിക്ക് പറ്റുന്ന രൂപത്തിൽ, എനിക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികളിലൊക്കെ നിന്നുകൊണ്ട് സാധ്യമായ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആരാധനാലയങ്ങൾ, അതിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തികൾ, കുടുംബങ്ങൾ, അവരുടെ വീടുകൾ, ഇപ്പൊ അടുത്ത് ബുൾഡോസർ വെച്ച് അടിച്ചു തകർക്കപ്പെട്ട വീടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ
സത്യത്തിലും ധർമ്മത്തിലൊക്കെ വിശ്വസിക്കുന്ന മനസാക്ഷിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് നീതിപീഠത്തിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, മാധ്യമ പ്രവർത്തകരായ ആളുകളുണ്ട്, ആളുകളെ സ്വാധീനം ചെലുത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുകൾ അവരിലേക്ക് സത്യസന്ധമായ രൂപത്തിൽ ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഗസ വിജയിക്കുമെന്ന്. ഗസ ചിരിച്ചിട്ടേ ലോകം അവസാനിക്കൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? ഗസക്ക് മുകളിൽ ഇങ്ങനെ രാവും പകലും ബോംബ് വർഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ചിരി പൂർണ്ണമായിട്ടില്ല എങ്കിലും ഒരു പോസിട്ട് കൊണ്ട് ഒരു താൽക്കാലിക വിരാമത്തിനെങ്കിലും സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിച്ചല്ലോ. അപ്പോഴും ആത്മചൈതന്യത്തോടുകൂടി അവർ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും സത്യം വിജയിക്കും. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം വിജയിച്ചു, അസത്യം പരാജയപ്പെട്ടു. തീർച്ചയായും അസത്യങ്ങളൊക്കെ പരാജയപ്പെടാനുള്ളതാണ്. പക്ഷെ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അസത്യം പരാജയപ്പെടുമ്പോ സത്യം വിജയിക്കുമ്പോ ഈ സത്യത്തിന്റെ പക്ഷത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഗസയുടെ കാര്യത്തിലും അങ്ങനെ ഒരു ചർച്ച അവസാനം വന്നല്ലോ. ആരാണ് ഗസയെ ഒറ്റുകൊടുക്കുന്നത് എന്ന്. അതും കൂടി ലോകത്തിന് തിരിയേണ്ടതുണ്ട്. അത് തിരിഞ്ഞിട്ടേ അത് അവസാനിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവസാനത്തെ ഒരു പുഞ്ചിരി ഉണ്ടാവും. അതില് ഫബുഹിത്തല്ലദീ കഫർ, നിഷേധികളായ ആളുകൾ ഉത്തരം മുട്ടി എന്ന് പറഞ്ഞ പോലെ വഞ്ചിച്ച ഒറ്റുകൊടുത്ത ആളുകളൊക്കെ ഉത്തരം മുട്ടുന്ന ഒരു മുഖം കൊഞ്ഞനം കാട്ടുന്ന ഒരു സന്ദർഭം വരും. അപ്പൊ തീർച്ചയായും നമ്മുടെ സ്റ്റാൻഡ്, ഞാൻ ഒന്നുകൂടി തുടങ്ങിയതിലേക്ക് ഞാൻ ഒന്നുകൂടി തിരിച്ചു പോവാണ്. നമുക്ക് രണ്ട് ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ ഈ കൗമിന്റെ ഭാഗമാണ്. നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമ്മൾ ഈ ഭാരതത്തിന്റെ, അഖണ്ഡ ഭാരതത്തിന്റെ ഒരു ഭാഗമാണ്. വിശ്വാസി എന്ന നിലക്ക് കറകളഞ്ഞ വിശ്വാസത്തോടുകൂടി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അതിലും വലിയ ഉത്തരവാദിത്വം എന്ന നിലക്ക് ഉമ്മത്ത് എന്ന ഒരു വലിയ ദൗത്യം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ജീവിത വിജയം, ഭൗതിക പാരത്രിക, ഐഹിക പാരത്രിക ജീവിത വിജയത്തിന്റെ മാനദണ്ഡം ഈ ഉമ്മത്ത് എന്ന നിലക്ക് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരമകാരുണികൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഏറ്റവും ശരിയായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ പഠിക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, പഠിച്ചത് ജീവിതത്തിൽ പകർത്തുവാൻ ഒക്കെയുള്ള ആയുസ്സും അതിനുള്ള തൗഫീക്കും അറിവും അല്ലാഹു തആല നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മളുടെ വൈകല്യങ്ങൾ കാരണം, പോരായ്മകൾ കാരണം ഒക്കെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. പരമകാരുണികനായ അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കരുതേ നാഥ. ഞങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഞങ്ങൾക്ക് ഈ ലോകത്ത്, ഈ രാജ്യത്ത്, ഈ നാട്ടിൽ ജീവിക്കുവാൻ, എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അന്തരീക്ഷം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ അർഹം വാലിദീനാ കമാ റബ്ബൗനാ സിഗാറ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.